Hello everyone, this video describes how to solve an ILPP using branch and bound method. So for that we will consider a maximization problem, that is maximize z equal to 5x1 plus 6x2 subject to x1 plus x2 less than or equal to 5 for x1 plus 7x2 less than or equal to 28, x1 x2 greater than or equal to 0 and are integers. So here variables are also integers, so that's why it is called ILPP, integer linear programming problem. ഇവിടെ ഈ ഒരു റെസ്ട്രിക്ഷൻ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള റിലേറ്റഡ് LPP എന്ന് പറയുന്നത് ദാറ്റ് ഈസ് RLPP എന്ന് പറയുന്നത് യൂഷ്വൽ LPP ആണ്. സോ അത് ആദ്യം നമുക്ക് സോൾവ് ചെയ്യാം. ആ ഇൻറ്റീജർ റെസ്ട്രിക്ഷൻ എടുത്ത് കളഞ്ഞ് ബാക്കിയുള്ള LPP നമുക്ക് സോൾവ് ചെയ്യാം സാധാ മെത്തേഡ് യൂസ് ചെയ്തിട്ട്. സോ ഇവിടെ രണ്ട് വേരിയബിൾ ഉള്ളതുകൊണ്ട് ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഗ്രാഫിക്കൽ മെത്തേഡാണ്. ഗ്രാഫിക്കൽ മെത്തേഡ് വഴി നമുക്കിത് സോൾവ് ചെയ്യാം. സോ ഗ്രാഫിക്കൽ മെത്തേഡ് വെച്ച് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് എന്ത് വേണം? പോയിൻറ്റ്സ് വേണം, ഗ്രാഫ് വരയ്ക്കാനുള്ള പോയിൻറ്റ്സ് വേണം. സോ അതിന് വേണ്ടിയിട്ട് ഈ ഓരോ കൺസ്ട്രെയിൻ കൺസിഡർ ചെയ്യുക. ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, വാട്ട് എവർ ഇറ്റ് മേ ബി, നമ്മൾ ഈ ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് ആ ഇൻഇക്വാലിറ്റിനെ ഇക്വാലിറ്റി ആക്കുക. ദെൻ x1 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി വി വിൽ ഗെറ്റ് ആൻ ആൻസർ x2 ആൻഡ് സിമിലർലി ഇഫ് വി പുട്ട് x2 ഈക്വൽ ടു 0 വി വിൽ ഗെറ്റ് x1. സോ ഇവിടെ നമുക്ക് x1 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 0,5 എന്ന് കിട്ടും, x2 5 എന്ന് കിട്ടും. സിമിലർലി x2 0 കൊടുക്കുമ്പോൾ x1 വിൽ ബി 5. സോ 2 പോയിൻറ്റ്സ് ആയി. ഇനി അടുത്ത് നമുക്ക് സെക്കൻഡ് കൺസ്ട്രെയിൻ കൺസിഡർ ചെയ്യാം. സെക്കൻഡ് കൺസ്ട്രെയിൻ കൺസിഡർ ചെയ്യുന്ന സമയത്ത് x1 0 കൊടുക്കുമ്പോൾ x2 എന്ത് വരും? 4 എന്ന് വരും. ഓക്കെ, അടുത്തത് x2 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ x1 വി വിൽ ഗെറ്റ് 7. സോ 7 0. സോ ഇങ്ങനെ 4 പോയിൻറ്റ്സ് കിട്ടി. ഇനി 4 പോയിൻറ്റ്സ് ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് എ സൊല്യൂഷൻ ഫോർ ദാറ്റ് LPP. സോ വി വിൽ പ്ലോട്ട് എ ഗ്രാഫ്. സോ അതിനാദ്യം ആക്സിസ് വരയ്ക്കുക. x1 ആക്സിസ്, x2 ആക്സിസ്, x1 ആക്സിസും വരയ്ക്കുക. ഇനി നമുക്ക് ഇവിടെ ആൻസർ എന്ന് പറയുന്നത് മീൻസ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ഒന്ന് 5005 ആണ്. സോ അത് വി വിൽ മാർക്ക് ആസ് എ റഫ് ഫിഗർ. സോ ഇതാണെന്ന് വിചാരിക്കാം, 05ഉം 50യും. സോ അത് രണ്ടും കൂടി കണക്ട് ചെയ്ത് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. സിമിലർലി പിന്നെ അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് കൺസ്ട്രെയിൻ്റെ പോയിൻ്റ് എന്ന് പറയുന്നത് 04ഉം 70യും. ഓക്കെ, 04 ആൻഡ് 70. സോ ഇങ്ങനെ വരും. ഓക്കെ, സോ ഈ രണ്ട് കൺസ്ട്രെയിനും എന്താണ്? അതിൻ്റെ ഇൻഇക്വാലിറ്റി എങ്ങനെയാണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 മീൻസ് ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഷെയ്ഡഡ് പോർഷൻ എന്ന് പറയുന്നത്, കൺസിഡർ ചെയ്യേണ്ട പോർഷൻ എന്ന് പറയുന്നത് 0ന് അടുത്തുള്ള പോയിൻ്റ് ആയിരിക്കും. 0ന് അടുത്ത് ടച്ച് 0ന് നേരെയുള്ള പോയിൻ്റ് ആയിരിക്കും നമുക്ക് വേണ്ട പോർഷൻ. ഇപ്പോൾ ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ ഇത് ഓപ്പോസിറ്റ് സൈഡിലോട്ട് പോകും. സോ ഇത് രണ്ടും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയതുകൊണ്ട് ഈ പോർഷനാണ് ഇതിനകത്ത് കൺസിഡർ ചെയ്യേണ്ട റീജിയൻ. സോ ഈ രണ്ട് സ്ട്രെയിറ്റ് ലൈനും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന കോമൺ റീജിയൻ എന്ന് പറയുന്നത് ഈ റീജിയൻ ആണ്. സോ ദാറ്റ് വിൽ ബി അവർ റീജിയൻ, ദിസ് റീജിയൻ. സോ ഇതിനകത്തായിരിക്കും ഒപ്റ്റിമം സൊല്യൂഷൻ ഇരിക്കുന്നത്. സോ ഒപ്റ്റിമം സൊല്യൂഷൻ നമുക്കറിയാം ഓൾവേസ് ഇറ്റ് എക്സിസ്റ്റ് ഇൻ കോർണർ പോയിൻറ്റ്സ്. സോ ഇവിടെ എത്ര കോർണർ പോയിൻറ്റ്സ് ഉണ്ട്? ഇതൊരു കോർണർ പോയിൻ്റ് ആണ്. അതുപോലെ ദിസ് വൺ, ദിസ് വൺ, ദിസ് വൺ. സോ 4 പോയിൻറ്റ്സ് ഉണ്ട്. ഈ 4 പോയിൻറ്റ്സിൽ ഏതെങ്കിലും ഒന്നിലായിരിക്കും ഒപ്റ്റിമം വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ ഇതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിന് O, ഇത് A, B, C എന്ന് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ 4 പോയിൻറ്റ്സും കൺസിഡർ ചെയ്യാം. എന്നിട്ട് ആ വാല്യൂസ് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ z ഈക്വൽ ടു എന്നുള്ള ഫംഗ്ഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ആൻ ഒപ്റ്റിമം വാല്യൂ. ഇപ്പോൾ ഇവിടെ ഇത് ഓട്ടോമാറ്റിക്കലി 00 എന്നറിയാം, അതുപോലെ ഇത് 50 എന്നറിയാം, ഇത് 04 ആണെന്നറിയാം. ഈ ലൈൻ എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഈ രണ്ട് സ്ട്രെയിറ്റ് ലൈൻ മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് ആണ്. സോ ഈ രണ്ട് സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ദിസ് പോയിൻറ്റ്. സോ നമുക്ക് നോക്കാം. സോ ദാറ്റ് ഫസ്റ്റ് പോയിൻറ്റ് 0 ആണ്. അത് z ഈക്വൽ ടു 5x1 പ്ലസ് 6x2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0 എന്ന് കിട്ടും.
അതുപോലെ നെക്സ്റ്റ് പോയിന്റ് എ എന്ന് പറയുന്നത് 50 ആണ്. സോ സെറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഒപ്റ്റിമം വാല്യൂ എന്ന് പറയുന്നത് ഒപ്റ്റിമം വാല്യൂവിൽ സെറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 25 എന്ന് കിട്ടും. ഇവിടെ ബിയുടെ പോയിന്റ് 7/3 8/3 എന്ന് എഴുതിയിട്ടുണ്ട്. ഈ പോയിന്റ് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഇപ്പോൾ ഈ രണ്ട് സ്ട്രേറ്റ് ലൈൻ തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് ആ ബി എന്ന് പറയുന്ന പോയിന്റ്. സോ ഇവിടെ x1ൻ്റെ കോയിഫിഷ്യൻറ്റിനെ ഇപ്പോൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ x1ൻ്റെ കോയിഫിഷ്യൻറ്റ് സെയിം ആയി. സോ ദാറ്റ് ഫസ്റ്റ് കൺസ്ട്രെയിൻ ഇൻറ്റു 4 ദെൻ ചെയ്തിട്ട് മൈനസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി x1 ക്യാൻസൽ ചെയ്ത് പോകും, x2 കിട്ടും. അവിടെ നിന്ന് x1 സോൾവ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ ഈ രണ്ട് problem ഈ രണ്ട് ഇക്വേഷനെ സോൾവ് ചെയ്താൽ we will get the point of B. So if we substitute this point we will get Z equal to 27.67. At the point C, that is 0,4, Z is 24. So ഇവിടെ നോക്കുക, ഈ 4 കോർണർ പോയിൻറ്റ്സിലെയും ഇസഡിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ദെൻ ഈ 4 വാല്യൂസ് ഇപ്പോൾ ഇവിടെ മാക്സിമൈസേഷൻ പ്രോബ്ലം ആയതുകൊണ്ട് മാക്സിമം വാല്യൂ എവിടെയാണ് നോക്കുക. സോ മാക്സിമം വാല്യൂ എക്സിസ്റ്റിംഗ് അറ്റ് ദ പോയിൻറ്റ് ബി, ദാറ്റ് ഈസ് 27.67. സോ ഇവിടുത്തെ ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് x1 7/3, ദാറ്റ് ഈസ് 2.33, ആൻഡ് x2 ഈസ് 8/3, 2.67. സോ ഇവിടെ x1ഉം x2ഉം കിട്ടിയിരിക്കുന്ന ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്തല്ല, ഇൻറ്റീജർ അല്ല. ഇൻറ്റീജർ ആയിരുന്നെങ്കിൽ നമുക്കിവിടെ പ്രോബ്ലം അവസാനിച്ചേനെ. ഇവിടെ പക്ഷേ എന്തല്ല, ഇൻറ്റീജർ അല്ല. അപ്പോൾ ഇവിടെ നോക്കുക, O A C എന്ന് പറയുന്ന 3 പോയിന്റിലെല്ലാം x1ഉം x2ഉം ഇൻറ്റീജേഴ്സാണ്. സോ ഈ ഏതെങ്കിലും ഒരു പോയിൻറ്റ്സിലാണ് ഒപ്റ്റിമം വാല്യൂ കിട്ടുന്നതെങ്കിൽ നമുക്കിനി അങ്ങോട്ട് ഫർദർ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഇവിടെ കിട്ടിയിരിക്കുന്ന ഒപ്റ്റിമം വാല്യൂൻ്റെ വാല്യൂ 27.67 എന്ന് പറയുന്നതിൻ്റെ കോർഡിനേറ്റ്സ് x1 x2 എന്ന് പറയുന്നത് എന്തല്ല, ഇൻറ്റീജർ അല്ല. സോ വി വാണ്ട് ടു ബ്രാഞ്ച് ദ സബ് പ്രോബ്ലം. സോ ഇവിടെ നോക്കാം എങ്ങനെ ബ്രാഞ്ച് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആ പ്രോബ്ലത്തിൻ്റെ സബ് പ്രോബ്ലം നമുക്ക് ബ്രാഞ്ച് ചെയ്യണം. സോ ഇവിടെ ഇസഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 27.67 ആണ്. ആൻഡ് x1 ഈസ് 2.33 ആൻഡ് x2 ഈസ് 2.67. സോ ഇത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ബ്രാഞ്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ x1 വേണമെങ്കിൽ നമുക്ക് ബ്രാഞ്ച് ചെയ്യാം, x2നെ ബ്രാഞ്ച് ചെയ്യാം. സോ റാൻഡമായിട്ട് എടുക്കാം. ഏറ്റവും നല്ലത് ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ഏതാണോ അത് വെച്ച് ബ്രാഞ്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, ഇത് 2.3 ആണ്, ഇത് 2.6 ആണ്. സോ വി വിൽ കൺസിഡർ x2. അത് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. സോ x2 ബ്രാഞ്ച് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇവിടെ x2ൻ്റെ റേഞ്ച് 2ൻ്റെയും 3ൻ്റെയും ഇടയിലാണ്. So what will happen when x2 is less than or equal to 2 or x2 is greater than or equal to 3? അതാണ് നോക്കാൻ പോകുന്നത്. സോ ഒരു ഇതിനെ x2നെ ബ്രാഞ്ച് ചെയ്യുക, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2ഉം x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ ബ്രാഞ്ച് ചെയ്യാം. സോ ഇപ്പോൾ ഇനി ഇവിടെ ചെയ്യേണ്ടത്, ഇപ്പോൾ ഓൾറെഡി നമുക്കൊരു LPP നമ്മൾ സോൾവ് ചെയ്ത് ഗ്രാഫിക്കലി സോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ LPPയുടെ ആ 2 കൺസ്ട്രെയിൻ ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു എക്സ്ട്രാ ഒരു അനദർ കൺസ്ട്രെയിനും കൂടെ ആഡ് ചെയ്ത് സോൾവ് ചെയ്യണം. സോ ഇവിടെ x2 ഈക്വൽ ടു 2 എന്ന് പറയുന്ന സ്ട്രൈറ്റ് ലൈനും കൂടി ഇതിനകത്ത് വരയ്ക്കുക. സോ അപ്പോൾ എങ്ങനെ വരും, ഇവിടെ ആയിരിക്കും 2. സോ x2 ഈക്വൽ ടു 2 ഇതായിരിക്കും നമ്മുടെ ലൈൻ. ഓക്കെ, സോ ഇനി നമുക്ക് നോക്കാം. പോർഷൻ എന്ന് പറയുന്നത് ഈ അകത്തുള്ള പോർഷനാണ്. സോ നമുക്ക് വേറൊരു കളർ കൊടുക്കാം, എങ്കിലേ മനസ്സിലാവുള്ളൂ. സോ ഇതാണ് നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ. x2 ഈക്വൽ ടു 2 എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈൻ ഇതാണ്. ഇപ്പോൾ നമ്മുടെ പോർഷൻ ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയതുകൊണ്ട് താഴത്തെ പോർഷൻ വരും ഷെയ്ഡ് ചെയ്യേണ്ടത്. സോ ഈ റീജിയൺ ആണ് ഷെയ്ഡ് ചെയ്യുക. അതുകൊണ്ട് തന്നെ നമ്മുടെ കോമൺ പോയിൻ്റ്, കോമൺ റീജിയൺ എന്ന് പറയുന്നത് ഇതിനകത്തുള്ള പോയിൻ്റ് ആയിരിക്കും, അതായത് ഈ പോയിൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ വീണ്ടും നമ്മുടെ റീജിയൻ എന്തായി, ചെറുതായി ചെറുതായി വരികയാണ്. സോ വി വിൽ ഗെറ്റ് ആൻ അക്യുറേറ്റ് വാല്യൂ ഫോർ ദാറ്റ് ഒപ്റ്റിമം സൊല്യൂഷൻ. അപ്പോൾ ഇനി ഇതിൻ്റെ 4 കോർണർ പോയിൻറ്റ്സിൻ്റെയും ഒപ്റ്റിമം വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ എക്സ്ട്രാ ബ്രാഞ്ച് ചെയ്യുമ്പോൾ ഓരോരോ കൺസ്ട്രെയിൻ ആഡ് ചെയ്ത് വരും. അത് ഇതിനകത്ത് ഇമ്പോസ് ചെയ്ത് വീണ്ടും ആ LPP സോൾവ് ചെയ്യണം. സോ ഇപ്പോൾ ഇവിടെ സോൾവ് ചെയ്തിട്ടാണ് ഈ എഴുതിയിരിക്കുന്നത്. സോ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് Z ഈക്വൽ ടു 27 എന്ന് കിട്ടും, x1 3 x2 2. സോ ഇപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കലി 2 വേരിയബിളും x1ഉം x2ഉം ഇൻറ്റീജർ സൊല്യൂഷൻ കിട്ടി. അതുപോലെ ഇതിനൊരു ഒപ്റ്റിമം വാല്യൂയും കിട്ടി. പക്ഷേ ഇവിടെ x2 മാത്രമാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. എക്സ്ട്രാ ഒരു അനദർ വേരിയബിൾ ഉണ്ട്, x1 എന്നുള്ള വേരിയബിളും കൂടി ഉണ്ട്. അപ്പം മേ ബി ഇത് സൊല്യൂഷൻ ആവാം, അല്ല അതിനേക്കാളും ബെറ്റർ സൊല്യൂഷൻ കിട്ടുമെന്ന് നമുക്കറിയില്ല. അത് ചെക്ക് ചെയ്ത് നോക്കുക തന്നെ വേണം. സോ അതുകൊണ്ടാണ് ഇതിവിടെ സ്റ്റാർ ചെയ്ത് വച്ചിരിക്കുന്നത്. സോ ഇറ്റ് മേ ബി എ സൊല്യൂഷൻ ഫോർ ദാറ്റ് പ്രോബ്ലം.
സോ ഇനി അതുകൊണ്ട് ഇവിടെ ഇൻറ്റീജർ കിട്ടിയതുകൊണ്ട് ഇനി വീണ്ടും എന്ത് ചെയ്യേണ്ട, ഇതിനെ ബ്രാഞ്ച് ചെയ്യേണ്ട. സോ അടുത്ത കൺസ്ട്രെയിൻ നോക്കുക, x2 > 3 ഇമ്പോസ് ചെയ്തിട്ട് ഗ്രാഫിക്കൽ മെത്തേഡിന് വേണമെന്നില്ല, ഏറ്റവും ബെസ്റ്റ് മെത്തേഡാണ് ഗ്രാഫിക്കൽ മെത്തേഡ്. അതുകൊണ്ടാണ് ഈ പറയുന്നത്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡോ സിംപ്ലക്സ് മെത്തേഡോ ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യും. സോ ഈ ഒരു കൺസ്ട്രെയിനും കൂടി ആഡ് ചെയ്ത് ആ LPP സോൾവ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് x1 is 1.75, x2 is 3 and z is 26.75. Here x1 is not an integer, so we want to split x1. So branch എന്ന് പറയുന്നത് x1 may be greater than or equal to 2 ആവാം, less than or equal to 1 ആവാം. അങ്ങനെ ബ്രാഞ്ച് ചെയ്യാം. greater than or equal to 2 ബ്രാഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ പിക്ചർ വരച്ച് കഴിഞ്ഞാൽ ഒരു കോമൺ റീജിയൻ ഷെയ്ഡ് ചെയ്യാൻ പറ്റില്ല. സോ that is there is no feasible solution in that LPP. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങൾ പിക്ചർ വരച്ച് നോക്കിയാൽ മതി, അവിടെ എന്ത് കിട്ടില്ല, ഒരു ഫീസിബിൾ സൊല്യൂഷൻ കിട്ടില്ല. സോ നെക്സ്റ്റ് കൺസിഡർ ചെയ്യുക, x1 less than or equal to 1 കൺസിഡർ ചെയ്യാം. So we will get x1 equal to 1, x2 equal to 3.42 and z equal to 25.57. Again here x2 is not an integer, so we want to split. So in the x2 is 3.42 ആയതുകൊണ്ട് we want to split as greater than 4 and less than or equal to 3. So x2 greater than or equal to 4 എന്ന കണ്ടീഷൻ ഇമ്പോസ് ചെയ്യുമ്പോൾ z is 24 and x1 0, x2 4 എന്ന് കിട്ടും. Similarly, if we add the constraint x2 less than or equal to 3, z is 25, x1 1, x2 3. അപ്പോൾ ഇവിടെ നോക്കാം, ഈ രണ്ട് ബ്രാഞ്ച് ചെയ്ത പോർഷനിൽ നമുക്ക് ഇൻറ്റിജർ വാല്യൂഡ് സൊല്യൂഷനാണ് കിട്ടിയിരിക്കുന്നത്. സോ ഇനി അങ്ങോട്ട് ബ്രാഞ്ച് ചെയ്യാനൊന്നുമില്ല. ഇനി നമുക്ക് നോക്കേണ്ടത് ഏതാണ് ഒപ്റ്റിമം സൊല്യൂഷൻ എന്നാണ്. സോ ഇവിടെ 24, ഹിയർ 25, നമുക്ക് മുന്നേ കിട്ടിയത് എന്താ 27. സോ 27 ആണ് ഹയസ്റ്റ് വാല്യൂ. ഇവിടെ മാക്സിമൈസേഷൻ പ്രോബ്ലം ആണ്. സോ മാക്സിമം വാല്യൂ ഇസ് 27. സോ ദിസ് വിൽ ബി അവർ ഒപ്റ്റിമം സൊല്യൂഷൻ, ഒപ്റ്റിമം വാല്യൂ. ഓക്കെ, സോ അപ്പോൾ ഇവിടെയും ഇൻറ്റീജർ ആണ് കിട്ടിയിരിക്കുന്നത്. സോ ഇതിനെ പറയുന്നത് ഫാത്തോ മോഡ് എന്ന് പറയും. ഓക്കെ, സോ അവർ ഒപ്റ്റിമം വാല്യൂ ഇസ് 27 ആൻഡ് ദ ഒപ്റ്റിമം സൊല്യൂഷൻ ഈസ് x1 ഈസ് 3 ആൻഡ് x2 ഈക്വൽ ടു 2. സോ ഇങ്ങനെയാണ് ഈ ILPP പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് മെത്തേഡ് എന്ന് പറയുന്നത് ആദ്യം തന്നിരിക്കുന്ന LPP നമുക്ക് ഇൻറ്റീജർ റെസ്ട്രിക്ഷൻ കളഞ്ഞ് ദാറ്റ് റിലേറ്റഡ് LPP ഇഷ്ടമുള്ള രീതിയിൽ സോൾവ് ചെയ്യാം. സോ അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഇൻറ്റീജർ ആണോ നോക്കുക. ഇൻറ്റീജർ ആണെങ്കിൽ നമുക്ക് പ്രോബ്ലം അവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഇഫ് ഇറ്റ് ഈസ് നോട്ട് ആൻ ഇൻറ്റീജർ വി വാണ്ട് ടു ബ്രാഞ്ച്, ദാറ്റ്സ് എ പ്രോബ്ലം. സോ ഇതിങ്ങനെ ബ്രാഞ്ച് ചെയ്ത് ഏതെങ്കിലും ഒരു വേരിയബിൾ എടുക്കുക, ബ്രാഞ്ച് ചെയ്യുക. ആ ബ്രാഞ്ച് ചെയ്യുക മീൻസ് ആ ഒരു കണ്ടീഷനും കൂടി നമ്മുടെ കൺസ്ട്രെയിനിൽ ആഡ് ചെയ്ത് പോവുകയാണ്. സോ അത് സോൾവ് ചെയ്യുക LPP. സോ അറ്റ് ലാസ്റ്റ് നമുക്ക് എല്ലാ വേരിയബിൾസും ഇൻറ്റീജേഴ്സ് ആയിട്ട് ഓരോ സൊല്യൂഷൻ കിട്ടും, അല്ലെങ്കിൽ നോ ഫീസിബിൾ സൊല്യൂഷൻ ആയിരിക്കും. ഫർദർ നമുക്ക് ബ്രാഞ്ച് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വരുമ്പോൾ നമുക്ക് പ്രോബ്ലം അവിടെ അവസാനിപ്പിക്കാം. സോ അതിനകത്ത് തന്നിരിക്കുന്ന ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മാക്സിമൈസ് ആണോ മിനിമൈസ് ആണോ നോക്കുക. മാക്സിമൈസ് ആണെങ്കിൽ ആ കിട്ടിയിരിക്കുന്നതിനകത്ത് ഏറ്റവും ഹയസ്റ്റ് വാല്യൂ, മാക്സിമം വാല്യൂ എവിടെയാണോ ദാറ്റ് വിൽ ബി ദ ഒപ്റ്റിമം വാല്യൂ. ഇഫ് ഇറ്റ് ഈസ് മിനിമൈസ്ഡ് then the minimum value will be the optimum value. Okay.